ഭയങ്കര മഴയാണ്. ഇന്നലെ രാത്രി ഫുള്ള് മഴയായിരുന്നു അവിടെ. നല്ല ഇടിയും മിന്നലും. ഇനിയിപ്പോൾ 3 ദിവസം ഇവിടെ എങ്ങനെ ചിലവഴിക്കാൻ ഞാൻ ആലോചിക്കുന്നത്. കാരണം ഇങ്ങനെ മഴയാണെങ്കിൽ നമുക്ക് എവിടെയും പോകാനും പറ്റില്ലല്ലോ, സ്ഥലങ്ങളൊന്നും കാണാനേ. എന്താണെന്ന് അറിയില്ല, ഇപ്പോഴും ചെറിയ ചാറ്റൽ മഴ ഉണ്ട്, ചെറിയ പൊടിയുന്നുണ്ട്. എങ്ങനെ മഴ പെയ്താൽ ഒന്നും നടക്കില്ല, എന്താണെന്നറിയില്ല. ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവരാണ് ഇന്നലെ മുതൽ സ്റ്റാർട്ട് ചെയ്താണെന്ന് പറഞ്ഞു. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഞാനിവിടെ എത്തിയ ആ ദിവസം തന്നെ. അറിയില്ല. ഞാനിപ്പം ആ ലേക്ക് സൈഡിലേക്ക് നടക്കുക. അതിൽ ഇവിടെ ഒരു ലേക്ക് ഉണ്ട്, ഫേവ ലേക്ക് എന്ന് പറയും. ആ ലേക്കിലേക്ക് നടക്കുക. എങ്ങനെയാണെന്നൊന്ന് നോക്കട്ടെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഇവിടെ ഒരു പഗോഡ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. പഗോഡ ഒരു സ്തൂപയാണെന്ന് തോന്നുന്നു, അതൊന്ന് കാണാൻ വേണ്ടി പോകണം. ഇതാണ് കേട്ടോ ഫേവ ലേക്ക്. നല്ല കാഴ്ചയല്ലേ. ഇതൊരു അമ്പലമാണിത്. ഇവിടുന്ന് നല്ല വ്യൂ ഉണ്ട് ഈ ലേക്കിലേക്ക്. ഈ മഴ പെയ്ത കാരണേ ഞാൻ ആകെ കുടുങ്ങി. മഴ പെയ്താൽ എനിക്ക് എങ്ങോട്ടും പോകാൻ പറ്റില്ല. നിങ്ങൾ അതാ ആ ഡയറക്ഷനിലേ ആ ഡയറക്ഷനിലേ ഒരു അമ്പലമുണ്ട്, പഗോഡ. നേരത്തെ പറഞ്ഞില്ലേ പഗോഡ എന്ന് പറഞ്ഞൊരു ബുദ്ധസ്തൂപയാണെന്ന് തോന്നുന്നു. പക്ഷേ ഇവിടെ നോക്കുന്നൊരു ശിവൻ്റെ പ്രതിമയാണ് കാണുന്നത്. ശിവൻ്റെ വിഗ്രഹമാണ് കാണുന്നത്, വിഗ്രഹ പ്രതിമ എന്തോ. ദൂരെ മലയുടെ മുകളിൽ അവിടേക്ക് പോകണമെങ്കിലും, അതായത് ഹൈക്ക് ചെയ്യണോ, നമ്മൾ നടന്നു പോകണം, കുറച്ച് മല കയറാനുണ്ട്. അപ്പോൾ മഴ പെയ്താൽ ആകെ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നിന്ന് എന്താ ചെയ്യാന്നുള്ള ലെവലിൽ ഇങ്ങനെ നിൽക്കുക. നല്ല അടിപൊളി കാഴ്ച കേട്ടോ. ഇവിടുന്ന് മാറിയിട്ട് കുറച്ച് അങ്ങോട്ട് ദൂരേക്ക് പോയി നോക്കട്ടെ. ദൂരേക്കൊക്കെ നടന്നു പോകാൻ ഭയങ്കര പ്രശ്നമാണ് ഈ മഴ കാരണം. കുറച്ചകലെ വരെ ഒന്ന് പോയി നോക്കട്ടെ. ഇത് ഈ ലേക്കിനോട് ചേർന്നിട്ട് മറ്റൊരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ നല്ല കാഴ്ചകളുണ്ട്. ഉണ്ടോ? നേരത്തെ ഞാൻ അവിടെയാണ് നിന്നിരുന്നത്. അവിടെ കണ്ടോ, അവിടെയാണ് ഞാൻ നിന്നിരുന്നത്. ഒരാൾ ഈ ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നത്. മഴ ഇല്ലല്ലോ, മഴ ഇല്ലായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു കേട്ടോ. അടിപൊളി ആക്കായിരുന്നു ഇവിടെ കുറച്ച് എക്സ്പെൻസീവ് ആണ് കേട്ടോ. ഇവിടെ താമസിക്കാനും ഫുഡിനൊക്കെ ആണെങ്കിൽ കുറച്ച് എക്സ്പെൻസീവ് കൂടുതലാണ് അവിടെ. ഇപ്പോൾ കാഠ്മണ്ഡുവിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചധികം കൂടുതലാണ്. ഇന്നലെ തന്നെ എനിക്ക് മനസ്സിലായി. ഇതിലുള്ള റേറ്റ് മൊത്തം റുപ്പീസിലാണ് കേട്ടോ എഴുതിയിരിക്കുന്നത്. RS റുപ്പീസ് തന്നെയല്ലേ. അതായത് ഇതാണ് ഈ ഫ്യൂളായിട്ട് പോകുന്ന അതായത് നമ്മൾ ഒറ്റയ്ക്ക് ഓടിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടുന്ന് ഒരു ചെറിയ ബോട്ട് എടുത്ത് പോവുകയാണെങ്കിൽ 750 രൂപ ഒരു മണിക്കൂറിലേക്ക്. അപ്പോൾ വിത്ത് ഡ്രൈവറാണെങ്കിൽ 800. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലല്ലോ ഒരു ബുദ്ധസ്തൂപ, അവിടേക്ക് വിത്ത് ഡ്രൈവർ
തിരിച്ച് അത് അങ്ങോട്ട് പോവുകയും ചെയ്യും, തിരിച്ച് കൊണ്ടുവരികയും ചെയ്യും. അത് നമ്മൾ ബോട്ടെടുത്ത് പോവുകയാണെങ്കിൽ 1307 രൂപ, അല്ല 1370 രൂപ അല്ല, 1670 രൂപ. ഒറ്റ വൺ സൈഡ് ആണെങ്കിൽ 900 റുപ്പീസ്. അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ്. ഞാനെന്തായാലും ഈ മഴയത്ത് പോയിട്ടൊരു കാര്യമില്ല. ഒന്നാമത് ഫോട്ടോ എടുക്കാനും കഴിയില്ല, ഒന്നിനും കഴിയില്ല, പിന്നെ വെറുതെയാണ്. ഇവിടെ ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് കേട്ടോ. ഡാമാണെന്ന് തോന്നുന്നില്ലേ, അവിടെ ഡാമാണെന്ന് തോന്നുന്നു. ഈ ബോട്ടിൽ അങ്ങോട്ട് പോവാം ഞാൻ, പക്ഷേ ബോട്ടിൽ പോയിട്ടില്ല. ഞാൻ അങ്ങനെ നടന്നു പോവാം കുറച്ച് ഗ്രാമത്തൂടെ. ഞാനൊരു കുട മേടിച്ചു കൊടുന്ന്. ഈ പോകുന്ന വഴിക്ക് ഈ മഴ പെയ്താൽ കയറി നിൽക്കാനുള്ള സ്ഥലങ്ങളൊന്നുമില്ല. ചിലപ്പം ഈ ഒരു മല കയറി പോകണം. അങ്ങനെ പോവുകയാണെങ്കിൽ കുട എന്തായാലും നിർബന്ധം. അടിപൊളി സ്ഥലങ്ങളുണ്ടോ അതൊക്കെ ഉണ്ടോ. ഇനി ഏകദേശം ഒരു 4 കിലോമീറ്റർ നടന്ന് പോകേണ്ടി വരും ഈ വഴി പോവുകയാണെങ്കിൽ. അതിൻ്റെ മുകളിലാണെന്നാ തോന്നുന്നത്. നല്ല ദൂരമൊക്കെ ഉണ്ടോ. ആ റോഡിൽ നിന്ന് വേറൊരു റോഡിലേക്ക് കയറിട്ടോ, ചെറിയൊരു റോഡിലേക്ക്. ഒന്നും ഇത് ഡയറക്റ്റ് അങ്ങോട്ടാണ് പോകുന്നത്. ഞാൻ അവിടുന്ന് വേറൊരു റോഡിലേക്ക് കയറി. എനിക്ക് എന്താണെന്ന് തോന്നുന്നു അവിടേക്കുള്ള വഴി ഇത് തന്നെ. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് വേറ്റ് സ്തൂപ. കണ്ടോ, വേറ്റ് സ്തൂപ. ഇവിടെ നിന്നാണെന്ന് തോന്നുന്നു തുടങ്ങുന്നത്. കണ്ടോ വഴിയുണ്ടോ, നല്ല കുത്തനെയായിട്ടോ കയറ്റം. വഴി ഇങ്ങനെയാണ് കേട്ടോ. ഇത് അടുത്ത റോഡ് ഇതവിടെ വേറ്റ് സ്തൂപ. ഓ മൈ ഗുഡ്നസ്. മഴ ചെയ്ത് കാരണം ഞാൻ എൻ്റെ ക്യാമറയൊന്നും എടുത്തില്ല ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ഈ വഴിയൊക്കെ മഴ പെയ്താലേ, നേരത്തെ പറഞ്ഞില്ലേ, കയറി നിൽക്കാൻ ഇടം പോലെ ഉണ്ടാവില്ല. അവിടുത്തെ വ്യൂ നോക്കിയേ. ഇവിടുന്ന് മറ്റേ അന്നപൂർണ ഹില്ലില്ലേ, ഹൈ റേഞ്ച്, അതൊക്കെ കാണാമായിരുന്നു കേട്ടോ ഇവിടുന്ന്. എന്താണ് അന്നപൂർണ, എവിടെ ഏത് ഭാഗത്താണെന്നൊന്നും അറിയില്ല, ഒക്കെ മഞ്ഞായ കാരണേ. അപ്പം അത് മാറിയിട്ട് വേറെ ഒരു താറിട്ട റോഡിലേക്ക് കയറി. എൻ്റെ അമ്മ, ദൂരെ റോഡ് കാണുന്നുണ്ടോ? ഞാൻ അവിടെ നിന്നാട്ടോ വരുന്നേ.
ഇവിടെ ഒരു മരം കണ്ടോ ഇരിക്കാനൊക്കെ ആയിട്ട്. ഓ അതെ കുഴങ്ങിണ്ട് ഞാൻ. കഞ്ചാവിൻ്റെ ചെടിയല്ലേ കണ്ടോ? കണ്ടോ സെൻട്രൽ കണ്ടോ? ആണെന്ന് തോന്നുന്നല്ലേ. പെട്ടെന്ന് അവിടെ എത്തണം. എനിക്ക് തോന്നുന്നു മുകളിൽ മൊത്തം കോടയാണെന്നാണ് തോന്നുന്നത്. കണ്ടോ? ഇവിടെ നേരെ വഴി മാറി. ഇതെങ്ങോട്ടാണ് പോകുന്നതെങ്കിലും ഇവിടെ ഒരുപാട് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. ആളുകളൊക്കെ ഒരുപാട് താമസിക്കുന്നുണ്ട് ഇവിടെ ഈ മലയുടെ മുകളിൽ. ദൂരം കണ്ടോ ആ സ്തൂപ കണ്ടോ? ഏറ്റവും ചുരുങ്ങിയ ചിലവിലൊരു ഇൻ്റർനാഷണൽ ട്രിപ്പ് നേപ്പാൾ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. ഇവിടുത്തെ പൈസയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ. ഒരു ശബ്ദം കേട്ടോ നിങ്ങൾ? എന്തോ ഒരു ജീവിയുടെയാണെന്ന് തോന്നുന്നു. അതുപോലെ ഈ അമ്പലത്തിലൊക്കെ മണിയടിക്കൂലേ അതേപോലെ ഉണ്ട്. ഏകദേശം ഇവിടെ എത്തിയിട്ടോ. ഇവിടെ നമ്മുടെ പടികളാണ് അവിടേക്ക്. നിങ്ങളിപ്പോൾ കാണുന്ന ഈ ലേക്കാണ് കേട്ടോ ഫേവ ലേക്ക്. ഫേവ ലേക്ക്. ഞാനത് അതിനകത്തുനിന്ന് എവിടുന്നോ വരുന്നത്, ആ സ്ഥലത്തുനിന്ന്. നോ ടിക്ടോക്ക് നോ വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലേ. മുകളിലെ വീഡിയോഗ്രാഫി സമ്മതിക്കില്ല. ഫോട്ടോ എടുക്കാം. ഞാൻ കുറച്ച് ഫോട്ടോ എടുത്തിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇനിയിപ്പോൾ ഇന്ന് എവിടെയെങ്കിലും പോകാൻ പറ്റുമോ നോക്കണം. മാക്സിമം ഇന്ന് സ്ഥലങ്ങൾ കവർ ചെയ്യാൻ കഴിയുമോ നോക്കണം. ഇപ്പം മഴയൊന്നും കുറച്ച് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. നേരത്തെ വരുന്ന സമയത്ത് ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. അപ്പം അധികം മഴയില്ലെന്നല്ല, തീരെ ഇല്ല. പക്ഷെ ആ കാർമേഘങ്ങളുണ്ട് കേട്ടോ. ഭയങ്കര ക്ലൗഡി അവിടെ. നല്ല തെളിഞ്ഞ ആകാശമാണെങ്കിൽ അന്ന് നേരത്തെ പറഞ്ഞ അന്നപൂർണ്ണ ഹില്ലൊക്കെ കാണാമായിരുന്നു. ഭയങ്കര വലിയ മല. ഞാൻ വരുന്ന സമയത്ത് ഇന്നലെ ഏതാണ്ട് 5 മണി 4:30 ആയിട്ടുണ്ട് ഇവിടെ എത്തുന്ന സമയത്ത്. ആ സമയത്ത് ഞാൻ കണ്ടായിരുന്നു ആ മല. ഫുള്ള് മഞ്ഞ് മൂടി കിടക്കുന്നു. ഓക്കെ.